സമസ്തയിലെ ഏറ്റവും ആജ്ഞാശക്തിയുള്ള പണ്ഡിതനായിരുന്നു ചെറുശ്ശേരി സൈനുദ്ദീൻ മുസ്ലിയാർ. ഇസ്ലാമിക കർമ്മശാസ്ത്രത്തിൽ വലിയ അവഗാഹമുണ്ടായിരുന്ന സൈനുദ്ദീൻ മുസ്ലിയാർ ലളിത ജീവിതമാണ് നയിച്ചത്. കെ അബൂബക്കർ മുസ്ലിയാരുടെ മരണശേഷം 1996 മുതൽ സമസ്തയുടെ ജനറൽ സെക്രട്ടറിയായിരുന്നു ചെറുശ്ശേരി സൈനുദ്ദീൻ മുസ്ലിയാർ. ചെറുശ്ശേരി മുഹമ്മദ് മുസ്ലിയാരുടെയും ബംഗാളത്ത് പാത്തുമുണ്ണിയുടെയും മകനായി മലപ്പുറം മൊറയൂരിലാണ് സൈനുദ്ദീൻ മുസ്ലിയാരുടെ ജനനം. കേരള മുസ്ലിങ്ങളുടെ വൈജ്ഞാനിക മേഖലയിൽ വലിയ സംഭാവനകൾ അർപ്പിച്ച പണ്ഡിത കുടുംബമാണ് കൊണ്ടോട്ടിയിലെ ചെറുശ്ശേരി കുടുംബം. ഈ പണ്ഡിത കുടുംബത്തിലെ അവസാന കണ്ണിയായാണ് ചെറുശ്ശേരി സൈനുദ്ദീൻ മുസ്ലിയാർ അറിയപ്പെടുന്നത്. പിതാവും പ്രമുഖ പണ്ഡിതനുമായിരുന്ന ചെറുശ്ശേരി മുഹമ്മദ് മുസ്ലിയാർ, കെ സൈനുദ്ദീൻകുട്ടി മുസ്ലിയാർ, ഓവുങ്ങൽ അബ്ദുറഹ്മാൻ മുസ്ലിയാർ എന്നിവരുടെ കീഴിൽ മതപഠനം നടത്തി. 1977 18 വർഷം ചെമ്മാട് മഹലിൽ മുദ്രിസായിരുന്നു. 1996 മുതൽ ചെമ്മാട് ദാറുൽഹുദ അക്കാദമിയുടെ പ്രിൻസിപ്പളായി. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ പണ്ഡിത സഭയിൽ 1980 മുതൽ സൈനുദ്ദീൻ മുസ്ലിയാർ അംഗമായിരുന്നു. ഇസ്ലാമിക കർമ്മശാസ്ത്രത്തിൽ ആഴത്തിൽ പഠനങ്ങൾ നടത്തിയിട്ടുള്ള സൈനുദ്ദീൻ മുസ്ലിയാർ സമസ്ത ഫത്വ കമ്മിറ്റിയുടെ മുഖ്യ ചുമതലയും വഹിച്ചു. സമസ്തയുടെ നാൾവഴികളിലെ സുപ്രധാനമായ ഒരു കാലഘട്ടത്തിൽ ശക്തമായ നേതൃത്വം നൽകിയ നേതാവായിരുന്നു അദ്ദേഹം. സംഘടനയിലെ യുവമുന്നേറ്റങ്ങൾക്ക് ആശീർവാദവും തണലുമേകാൻ സൈനുദ്ദീൻ മുസ്ലിയാർ എപ്പോഴും മുൻപന്തിയിലുണ്ടായിരുന്നു. മീഡിയ 1 കോഴിക്കോട്.